യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ മൂന്നാറിലാണ്. ഞാൻ വീട്ടിലായിരുന്നു ആക്ച്വലി, പക്ഷേ ഇന്ന് കുറച്ച് ആവശ്യങ്ങളായിട്ട് നമ്മൾ മൂന്നാറിൽ വന്നു. ഈ മൺഡേ 13-ാം തീയതി നമ്മുടെ വാവയുടെ മാമോദീസയാണ്. സോ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാം. കുറേ ദിവസമല്ലേ ഞാനൊരു വ്ളോഗ് എടുത്തിട്ട് വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ മൂന്നാറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആശ്ന ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്നു. ഇന്ന് എന്ത് ഫ്രൈഡേയാണ്, അപ്പോൾ മൺഡേ ആണ് പ്രോഗ്രാം. അപ്പോൾ ആശ്ന എൻ്റെ കൂടെ ഉണ്ട്. ഹായ് പറ. അപ്പം ഞങ്ങളിട്ടിട്ട് വന്ന് ഞങ്ങൾ ആദ്യം വണ്ടിയൊന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ വണ്ടിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചേട്ടൻ ചോദിച്ചു, അപ്പോൾ അവിടേക്കാണോ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞ് വണ്ടി കയറിയിരുന്നു. ഇപ്പം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് കയറി. നമുക്കിപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ ജീപ്പിനാണ് കേട്ടോ പോണേ. ബസ് ഉണ്ട്, പക്ഷെ ഇത്തിരി ലേറ്റ് ആവും. സോ നമുക്ക് ജീപ്പിന് പോവാം. ഓക്കെ. ആക്ച്വലി 2 ദിവസം ഞാൻ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കാരണം ഇന്നലെ നമ്മൾ അവിടെ മറ്റേ ഓഡിറ്റോറിയം അല്ലല്ലോ, എന്തുവാ, ഹോളിൽ പോയി നമ്മൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എടുക്കണം എന്ന്. വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഭയങ്കര അതെ, വണ്ടികളൊക്കെ. അപ്പൊ ഇനി നാളെ നമ്മൾ ഡെക്കറേഷന് പോകുമ്പോൾ കാണാം. ഓക്കെ. നാളെ അല്ലേ, സൺഡേ. പക്ഷെ ഇവളില്ല, ഇവളൊരു പണിയും ചെയ്യില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഡെക്കറേഷന് പോകുമ്പോൾ കാണാം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ പള്ളി. ഇപ്പം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെ പോവാണേ. അപ്പം ഞാൻ ആശ്ന ഹായ്. അപ്പം നമുക്ക് ഡെക്കറേഷൻ ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം താഴെ ചെന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നാളെയാണ് പരിപാടി. ഇന്ന് സൺഡേ, നല്ല വെയിൽ. ആൻഡ് ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവും. എടി ടീഷർട്ട് ഒന്ന് ഫുള്ളൊന്ന് കാണിച്ചിട്ടോ ഗൈസ്. ഇതാണ് അപ്പൊ ഇത് എന്റെ അല്ല, ഇത് ആഷിക്കിന്റെ ആണ്. അപ്പൊ അവൻ ഇന്ന് എനിക്ക് ഇടാൻ തോന്നുന്നു. സോ നൈസ് ആയിട്ട് നമ്മൾ അടിച്ച് മാറ്റിയിട്ടുണ്ടോന്നു. അപ്പൊ നമുക്ക് ഡെക്കറേഷന് വേണ്ടി പോവാം. ഡെക്കറേഷന് നമ്മൾ ഓഡിറ്റോറിയം മറ്റേ ഇത് കാണിച്ചുതരാം, ഒരു ഹോള്. അപ്പൊ ഇതാണ് സ്റ്റേജ്. നമ്മൾ ഇതിനി ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കും. ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ പകുതി ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നടുവൊക്കെ വേനെടുക്കുന്നു, മടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നാളെ റെഡി ആയിട്ട് കാണാം എല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ബൈ. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ. നമ്മൾ ഇങ്ങനെ ഇതിലാണ് നമ്മൾ വാവേനെ കിടത്താൻ പോകുന്നത് നാളെ. അത് നാളെ എടുക്കും. റിയോൺ. ഇവിടെ നല്ല സൺലൈറ്റ്, നല്ല രസമല്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വന്നേക്കോ. നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇത് കണ്ടോ, ഫോട്ടോഷൂട്ടാണ് ഇവിടെ. ഓക്കെ, ഇത് നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളപ്പോൾ ചായ കുടിക്കാൻ വന്നേക്കുവാണ്. അപ്പം ഞാൻ മാറിക്കണം. എന്നിട്ട് ചായ കുടിക്കാൻ വന്നേക്കുക. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നാളെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പം ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമല്ലേ? നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എനിക്കൊരു പണി കിട്ടി. ഇതേ നോക്കി, കാറ്റത്ത് എല്ലാം പോയി. വാശിനെയൊക്കെ നമുക്ക് കൊണ്ടുവരാണേ. ബൂസ്റ്റ് കുടിക്കാം അവിടെ. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ റെഡി ആയിട്ട് പള്ളി പോകുമ്പോൾ കാണാം. ബൈ ബൈ. ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്. ജലദോഷം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പാൻറ്, ഷോൾ.
ഓക്കെ, നമുക്ക് ഡ്രസ്സ് ഇടാം. നമ്മൾ മാറി, നമുക്ക് റെഡി ആവാം കേട്ടോ. സമയമില്ല, കുറച്ച് പെട്ടെന്ന് റെഡി ആവാം. നമുക്കിന്ന് റെഡി ആയിട്ട് കാണാം. ബിക്കോസ് ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സോ നമുക്ക് റെഡി ആവാം. ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിരിക്കുന്നു. നിനക്ക് ഈ ലൈറ്റ് വേണോ? നിനക്ക് കാണണല്ലേ? അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു അല്ലേ? ഇതെൻ്റെ പുതിയ മാല. ആൻഡ് നമുക്ക് കമ്മലിടാം. എനിക്ക് റെഡിയാകുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് കമ്മലിടുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം കാരണം ഇത് നല്ല കമ്മല. എങ്ങനെയുണ്ട്? നമുക്ക് കമ്മലിടാം. ഓക്കെ, ഇവിടെ വേറൊരു സുന്ദരി കുട്ടി കൂടെ തന്നെ ഞാൻ ഇവിടെ കാണിച്ചായിരുന്നോ? ഏതാ? നന്നായിട്ടിരിക്കണം. ഒരു സെക്കൻഡേ, നമ്മള് കമ്മലിട്ടു. ഇനി വള. ശരിക്കും നല്ലത്. ആശ്രയത്തിൽ ഏത് വള നല്ലത്? അപ്പൊ നമുക്ക് ഈ വള ഇടാം. ഇതും പക്ഷെ നല്ലതല്ലേ? ആൻഡ് ഈ കയ്യില് വാച്ച്. പിന്നെ ഇതിനകത്ത് കമ്മല്, വള, വാച്ച്, നീതുവിൻ്റെ മാലയും ഡ്രസ്സും മാത്രമേ ഉള്ളൂ എൻ്റെ. അപ്പുറത്താ. ഇതെങ്ങനെയായിരുന്നു തുറക്കണേ? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇനി ഹെയർ സ്റ്റൈൽ, അതാണ് ഏറ്റവും വലിയ പണി. അഴിച്ചിടാൻ സമ്മതിക്കില്ല. നീ അഴിച്ചാ ഇടുന്നേ? കൂടി എന്തോ ഇത്. ഷോള്, എനിക്ക് ഷോള് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ചുരിദാർ. ഇത് ചുരിദാറല്ല, ഇത് ശരാര പോലെയൊക്കെ ഒരു ഡ്രസ്സാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഇടുമ്പോൾ ചേച്ചിമാരുടെ ഇടാറ്. പക്ഷെ ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയത്. സോ അതിന് സന്തോഷം എനിക്കുണ്ട്. ശരി, മുടി കെട്ടിയിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ്, ഫൈനലി ഞാൻ റെഡി ആയിരിക്കുന്നു. മിക്കവാറും അവിടെ പോകുമ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റാൻ പറയും. അപ്പോൾ ഇത്രയും മതി ഇതൊക്കെ. പിന്നെ ഷോള്, ചെരുപ്പ് കാണിച്ചില്ല. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഓക്കെ, ചെരുപ്പ് ഇടാം. ഫൈനലി നമ്മൾ റെഡിയായി. സാധാരണ ഞാൻ ഏത് നല്ല ഡ്രസ്സ് ഇട്ടാലും വലിയ മോതിരമുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിലില്ല. ഈ 2 മോതിരം മാത്രമേ ഉള്ളൂ. മോതിരം നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ റെഡിയായി. ഇനി നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. പള്ളിയിൽ വന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. എന്തിയാ വാവനെ കാണിച്ചേ? അച്ഛറാ, ഇടി വെയില് വെയില്. റൈക്കുട്ടിങ് വന്നേ, കൊച്ചിന്റെ ഡ്രസ്സ് കാണിച്ചേ. റൈക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ഇവരൊക്കെ സെയിം കളറ്, ഏകദേശം വൈറ്റ്, ഓഫ് വൈറ്റ് അങ്ങനെ. ഞാൻ മാത്രം പിങ്ക്. നല്ലല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ആരും വന്നിട്ടില്ല. ഞാനും ആഷ്നയും നീതുവും പിന്നെ ഒരു 2-3 പേർക്ക് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മറ്റേ ഫുഡിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ചെല്ലാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ എല്ലാവരുടെയും കാണിക്കാം. എല്ലാവരും ഇപ്പോൾ സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് എന്തെങ്കിലും ഫങ്ഷൻ ആകുമ്പോൾ തന്നെ ഞാൻ നഖം വെട്ടും. അപ്പോൾ ഇപ്പം എൻ്റെ കീഴിൽ നഖമൊന്നുമില്ല. പക്ഷെ നല്ല കളർ. അപ്പോൾ എല്ലാവരും വരട്ടെ കേട്ടോ, ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ മാമോദിസ കൊച്ചിൻ്റെ അമ്മ, അപ്പൻ. എല്ലാവരും വന്നു. അത്യാവശ്യം നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ. എല്ലാവരും നമുക്കിനി പള്ളിയുടെ അകത്തേക്ക് പോകാം. സൗണ്ട് കുറവായിട്ടിരിക്കണം.
ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം തന്നെ വേർത്ത് ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വെയിലല്ലേ, എന്തൊരു വെയിലാ. അപ്പോൾ ഫോട്ടോ ഒന്നും നല്ല എടുക്കാൻ പറ്റിയില്ല, നമുക്ക് നോക്കാം കിട്ടുമായിരിക്കും. വരും ഗൈസ്. ബിരിയാണി കഴിക്കാൻ പോവാണ്. എടി നമ്മൾ വേണം നമുക്ക് കഴിക്കാൻ എടുത്തോ. അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇവർ കഴിച്ചു ഗൈസ്, ഞാനും ആശ്രയപ്പെടുത്തിക്കും. ആച്ചുവിന്റെ കയ്യില് ഉപ്പാവാണ്, കേക്കത്തില്ല. മുറിവാണ് അച്ഛന് വലിയ ഓറ കഴിച്ചു. നോക്കട്ടെ, ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു. ഡിസ്ക് ബ്ലോഗിൽ ഞാനുണ്ടെങ്കിൽ ഈ ബ്ലോഗർ നിങ്ങൾ അൺലൈക്ക് ചെയ്യേണ്ടതാണ്. ഏറ്റവും മികച്ച നമ്മൾ ഒരുങ്ങി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമുക്ക് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഓക്കെ, ആച്ചെടുത്തേരും. ഞാൻ വീട്ടിൽ പോകാം. ബൈ ബൈ. എല്ലാം പ്ലാൻഡ്. ഒട്ടും എല്ലാം കൂടെ മുറിയിലേക്ക് വരികയാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, തിരിച്ചു പോവാണ് നമ്മൾ. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ശരിക്കും മടുത്തു. ഏറ്റവും വിറ്റെന്ന് വെച്ചാൽ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മര്യാദയ്ക്കുള്ള ഫോട്ടോസൊന്നും. പിന്നെ അവിടെ പകുതി നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മടുത്തു ഇല്ല. അപ്പം ഇനിയിപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം. ഓക്കെ ബൈ, നമുക്ക് വേറെ വീഡിയോ കാണാം. ചാ.